അഭിമാനപൂർവ്വം 78ാം വർഷത്തിലേക്ക് രാജ്യം കടക്കുന്നു. ഒരുപാട് ആളുകളുടെ നിരന്തരമായ പരിശ്രമം, അവരുടെ ജീവത്യാഗം എല്ലാം ഓർക്കപ്പെടേണ്ട ഒരു ദിവസമാണ്. ഇന്ന് ചെങ്കോട്ട കേന്ദ്രീകരിച്ചാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത്. എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുക? കാര്യങ്ങളൊക്കെ സജ്ജമാണോ? ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ? ജിൽസി, സ്വാതന്ത്ര്യ ദിനത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. 7:15 കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തും. തുടർന്ന് അദ്ദേഹം ദേശീയ പതാക ഉയർത്തുകയും പിന്നീട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിനോടകം തന്നെ ചെങ്കോട്ടയിൽ എത്തിയിട്ടുണ്ട്. വിശിഷ്ട അതിഥികൾ ഉൾപ്പെടെ ചെങ്കോട്ടയിൽ 6 മണി മുതൽ തന്നെ അവർക്ക് ചെങ്കോട്ടയിലേക്ക് പ്രവേശനമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവ് കാത്തിരിക്കുകയാണ് എല്ലാവരും. അദ്ദേഹം വന്ന ഉടൻ തന്നെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഏകദേശം കർഷകരും സ്ത്രീകളും അതോടൊപ്പം തന്നെ ഗോത്ര വിഭാഗത്തിൽ നിന്നുൾപ്പെടെ 6000-ലധികം ആളുകൾ വിശിഷ്ടാതിഥികളായി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനായിട്ട് ചെങ്കോട്ടയിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ 2000-ഓളം കലാകാരന്മാർ വിവിധ പരിപാടികൾ ചെങ്കോട്ടയിൽ അവതരിപ്പിക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം വ്യോമസേനയുടെ അഭ്യാസങ്ങൾ ഉൾപ്പെടെ ചെങ്കോട്ടയ്ക്ക് മുകളിലുണ്ടാകും. രാജ്യം കർശന സുരക്ഷാ വലയത്തിൽ കൂടിയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യയുടെ താരങ്ങളും ഈ ചടങ്ങിലെത്തുന്നുണ്ട്. പാരീസിൽ നിന്നും ഇന്ത്യയിലെത്തിയ ആളുകൾ ഇപ്പോഴും ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. അവർ ഇന്നത്തെ ചടങ്ങുകൾ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവരുടെ നാടുകളിലേക്ക് തിരികെ പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷാ വലയത്തിൽ തന്നെയാണ് രാജ്യതലസ്ഥാനം രാജ്യമുള്ളത്. കാരണം വലിയ രീതിയിലുള്ള സുരക്ഷകൾ ഒരുക്കണമെന്ന് നേരത്തെ തന്നെ ആഭ്യന്തര മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം, ഔദ്യോഗികമായിട്ടുള്ള ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ അവരുടെ വസതികളിൽ, ഔദ്യോഗിക വസതികളിൽ രാവിലെ പതാക ഉയർത്തിയിരുന്നു. അതിനുശേഷമാണ് അവർ ഇപ്പോൾ ചെങ്കോട്ടയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ വിവിധ സ്ഥാപനങ്ങളിലും വിവിധ വകുപ്പുകളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉൾപ്പെടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷങ്ങളും ദേശീയ പതാക ഉയർത്തലും ഉൾപ്പെടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. 10 മണിക്കാണ് കോൺഗ്രസിൻ്റെ ആസ്ഥാനം ACCയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പതാക ഉയർത്തുക. അതോടൊപ്പം തന്നെ മറ്റു പാർട്ടി ഓഫീസുകൾ ആസ്ഥാനങ്ങളിലും പതാക ഉയർത്തൽ ചടങ്ങുണ്ടാകും. എന്തായാലും രാജ്യം വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ വലിയ ആഘോഷത്തിലുമാണ് രാജ്യമുള്ളത്. വിശിഷ്ട ഭാരത് 2047 എന്ന പ്രമേയത്തിലാണ് ഇത്തവണ രാജ്യം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായിട്ടുള്ള ചടങ്ങുകൾ, വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി, അതോടൊപ്പം തന്നെ ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നേതൃത്വം നൽകുന്നത്. വലിയ ആഘോഷങ്ങളിലേക്ക് രാജ്യം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചെങ്കോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെ അതിന് വളരെ കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് രാവിലെ 6 മണിയോടുകൂടെ തന്നെ ആളുകളേക്ക് അങ്ങോട്ട് കടത്തിവിട്ടിരിക്കുന്നു. 20 സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിവിധ കലാകാരന്മാർ അണിനിരക്കുന്ന പരിപാടികളടക്കമുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി 7:15 10 മിനിറ്റിനകം തന്നെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം സുരക്ഷാ കാര്യങ്ങൾ കൂടി ഏറ്റവും എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഈ ജമ്മുവിലെ ഭീകരാക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഡൽഹിയിലും ചെങ്കോട്ടയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. കാരണം പഞ്ചാബിലും ജമ്മുവിലും ISI പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് VIP-കൾക്കുമൊക്കെ പ്രധാന മന്ദിരങ്ങൾ, ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത് എന്ന് കൂടെ അറിയാം. കാരണം രാജ്യം അതിൻ്റെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിലാണ്. സ്വാഭാവികമായും അതിനോടനുബന്ധിച്ചുള്ള സുരക്ഷ മാത്രമല്ല, ഇന്ന് കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് വർണ്ണാഭമായ പരിപാടികൾ കൂടി ചെങ്കോട്ടയിൽ ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. ഈ അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സ്വതന്ത്ര ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായി പ്രയത്നിച്ച ഒരുപാട് നേതാക്കന്മാരെ കൂടിയാണ്. ഒപ്പം തന്നെ ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കൂടെ പോകുമ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ചെങ്കോട്ടയിലെത്തുന്ന പ്രധാനമന്ത്രിയെ ഡൽഹി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് സല്യൂട്ടിംഗ് ബേസിലേക്ക് കൊണ്ടുപോകും. അവിടെ സംയുക്ത സേനാ വിഭാഗവും ഡൽഹി പോലീസ് ഗാർഡും ചേർന്ന് പ്രധാനമന്ത്രിക്ക് സല്യൂട്ട് നൽകും. തുടർന്ന് പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കും. കരസേന, നാവികസേന, വ്യോമസേന, ഡൽഹി പോലീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു ഓഫീസറും 24 പേരും വീതമടങ്ങുന്ന സംഘമാണ് പ്രധാനമന്ത്രിക്കുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. അങ്ങനെ ആ ചടങ്ങുകൾക്കൊക്കെ ശേഷമായിരിക്കും നമുക്ക് മറ്റ് ചടങ്ങുകളിലേക്കൊക്കെ കടക്കുക. എന്തായാലും